ഡ്രാക്കുള. രചന മാൻഫ്രഡ് പ്രമോദ്. അന്ന് മീനയുടെ ആദ്യരാത്രിയായിരുന്നു. ആദ്യരാത്രിയായിട്ടും മീനയോട് അയാൾ ഗൾഫിൽ പോയ കാലത്തെ കഷ്ടപ്പാടുകളെക്കുറിച്ചും പിന്നീട് കഠിനാധ്വാനത്തിലൂടെ അയാൾ നേടിയെടുത്ത നേട്ടങ്ങളെക്കുറിച്ചും വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ ക്ഷമ നശിച്ചവൾ ചോദിച്ചു, നമുക്കുറങ്ങണ്ടേ? പിറ്റേന്ന് രാവിലെ കിടക്കയിൽ വിതറിയിരുന്ന മുല്ലപ്പൂക്കളുടെ കൊഴിഞ്ഞു പോകാതിരുന്ന ഇതളുകളെ നോക്കി മീന നെടുവീർപ്പിട്ടു. ഒരു ചെന്നായയുടെ ആസക്തിയും സിംഹിയുടെ വീര്യവും അവൾക്കുണ്ടെന്ന് മനസ്സിലാക്കാതെ, അവളുടെ കണ്ണുകളിൽ കത്തുന്ന വികാരത്തിന്റെ അഗ്നിസ്ഫുലിംഗങ്ങൾ കാണാതെ അയാൾ പിന്നീടുള്ള രാത്രികളിലും തന്റെ ഭൂതകാലം അയവിറക്കി കിടന്നു. ദിവസങ്ങളേറെ കഴിഞ്ഞില്ല. പെട്ടെന്നായിരുന്നു സ്പോൺസർ അയാളെ അറബി നാട്ടിലേക്ക് തിരിച്ചു വിളിച്ചത്. ഏതാനും ശുഷ്കമായ രാത്രികളുടെ ഓർമ്മകൾ അവൾക്ക് സമ്മാനിച്ചുകൊണ്ട് അയാൾ പറന്നു. പിന്നീടുള്ള അവളുടെ ഏകാന്ത രാത്രികളിൽ അവൾ പുസ്തകങ്ങളെ കൂട്ടുപിടിച്ചു. കഥകളും കവിതകളും നോവലുകളുമെല്ലാം അവൾക്ക് അന്തിക്കൂട്ടിനായി. അന്ന് മഞ്ഞ് പെയ്യുന്ന ഒരു രാത്രി. നേരം പാതിരിയോടടുത്തിട്ടും മീന ആ പുസ്തകം മുഴുവൻ വായിച്ചു തീർന്നില്ല. ഓരോ അധ്യായവും തീർത്ത് ഒടുവിലൊരു ഹൊറർ നോവലിന്റെ ഉദ്വേഗം നിറഞ്ഞ അവസാന ഭാഗത്തെത്തി അവളുടെ വായന. അന്തിമയങ്ങിയ നേരത്ത് നിഴലുകൾ ഇഴചേർന്ന ട്രാൻസൽവാനിയയിലെ കാർപാത്യൻ മലനിരകളിലൂടെ കുതിരവണ്ടി ഓടിച്ചു വരുന്ന ഇരുട്ടിന്റെ രാജാവ് ഡ്രാക്കുള പ്രഭുവിന്റെ രൂപം അവളെ അപ്പോൾ പേടിപ്പെടുത്തിയില്ല. ഡ്രാക്കുളയുടെ തീപാറുന്ന കണ്ണുകളിൽ അവൾ കണ്ടത് ഭീതിയുടെ അഗ്നിജ്വാലകളായിരുന്നില്ല, കാമത്തിന്റെ കനലുകളായിരുന്നു. ഡ്രാക്കുളയുടെ വിരുമാറിൽ വളർന്നു നിന്ന ചെന്നായ രോമങ്ങൾ അവളെ പേടിപ്പിക്കുന്നതിനു പകരം ഹരം പിടിപ്പിച്ചു. ആ രോമങ്ങളിലൂടെ ഊളിയിടാൻ അവൾ മോഹിച്ചു. ഡ്രാക്കുള കോട്ടയിൽ വെച്ച് ജോനാഥൻ ഹാർക്കറുടെ മുഖത്ത് ചോരത്തുള്ളികൾ പൊടിഞ്ഞപ്പോൾ ഡ്രാക്കുളയുടെ ദ്രംഷ്ടകൾ വളർന്നു വന്നതും നാവ് രക്തക്കുതി കൊണ്ട് പുറത്തേക്ക് നീണ്ടതും അവൾ ഒരു ഉൾക്കുളിരോടെ വായിച്ചു. ഡ്രാക്കുള തന്റെ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് ലൂസിയുടെ കഴുത്തിലെ ഞെരുമ്പുകൾ കടിച്ചു മുറിച്ച് ചുടിച്ചോര വലിച്ചു കുടിച്ചപ്പോൾ മീനയുടെ രക്തധമനികളും വിറകൊണ്ടു. ആ ഡ്രാക്കുളയുടെ നീണ്ട വിരലുകളും ദ്രംഷ്ടകളും തന്നിലേക്ക് ആഴ്ന്നിറങ്ങാൻ മീന ദാഹിച്ചു. പെട്ടെന്നൊരു ശബ്ദം കേട്ട് മീന പുസ്തകം അടച്ചു വെച്ചു. മൂടൽ മഞ്ഞിൽ കുളിച്ച കണ്ണാടി ജനലിനപ്പുറത്ത് അവ്യക്തമായൊരു മനുഷ്യരൂപം. അത് ജനലിനപ്പുറത്തെ മഞ്ഞിൻ പടർപ്പുകളിൽ അലിഞ്ഞില്ലാതായി. ആരാണത്? അവൾ ചോദിച്ചു. പേടിയുടെ നീരാളി കൈകൾ അവളെ ചുറ്റാൻ തുടങ്ങി. എങ്ങും മരണത്തിന്റെ നിശബ്ദത. അവൾ കാതോർത്ത് കിടന്നു. ആരോ വീടിന്റെ പിൻവാതിൽ തുറക്കുന്നത് പോലെയൊരു ശബ്ദം. ഞാൻ മാത്രമുള്ള ഈ വീട്ടിൽ വേറെ ആര് വരാൻ? എനിക്ക് തോന്നിയതാകും, അവൾ സ്വയം ധൈര്യപ്പെടുത്തി. അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ട്യൂബ് ലൈറ്റ് ഓഫ് ചെയ്ത് നീല നിറത്തിലുള്ള ബെഡ്റൂം ലൈറ്റ് ഇട്ടു. മുറിയിലാകെ അരണ്ട നീല വെളിച്ചം പരന്നു. വീണ്ടും അവൾ കട്ടിലിൽ മലർന്നു കിടന്നുകൊണ്ട് കാതുകൾ കൂർപ്പിച്ചു. ആ നിശബ്ദതയ്ക്ക് ഭംഗം വരുത്തി ദൂരെ എവിടെയോ കാട്ടുനായ്ക്കൾ ഓരിയിട്ടു. ആരോ ഒരാൾ ആ മുറിയിലേക്ക് നടന്നെടുക്കുന്നത് പോലെ അവൾക്ക് തോന്നി. മുറിയിലാകെ പെട്ടെന്ന് ശവന്നാറിപ്പൂവിന്റെ മണം പരന്നു. ആ മുറിയിലെ നീല വെളിച്ചത്തിൽ ഒരാൾ രൂപം അവൾ കിടക്കുന്ന കട്ടിലിനരികത്തേക്ക് വന്നു. രോമാവൃതമായ അയാളുടെ പാതി ശരീരം നഗ്നമായിരുന്നു. അയാൾ മുഖം കറുത്ത തുവാല കൊണ്ട് മറച്ചിരുന്നു. അയാളുടെ കയ്യിൽ നീണ്ടൊരു കത്തി. പിന്നീട് നടന്നതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അയാൾ നീട്ടിപ്പിടിച്ച കത്തിയുമായി അവളുടെ മേൽക്ക് ചാടി വീണു. അയാൾ ഒരു കൈകൊണ്ട് അവളുടെ മുഖം പൊത്തിപ്പിടിച്ചു. അവൾ സർവ്വശക്തിയും എടുത്ത് കുതറി മാറാൻ ശ്രമിച്ചു. പക്ഷേ കൈകാലുകൾ അനക്കാനാകുന്നില്ല. അയാൾ അവളുടെ കഴുത്തിലും കാതിലും തന്റെ കാരിരുമ്പ് പോലുള്ള വിരലുകൾ കൊണ്ട് തലോടി. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്ത് വേണം? അവൾ പതറിയ ശബ്ദത്തിൽ ചോദിച്ചു.
അയാൾ മുഖത്ത് ചുറ്റിയിരുന്ന കറുത്ത തുവാല മാറ്റി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ കള്ളൻ. നിന്റെ കാതിലും കഴുത്തിലുമുള്ള സ്വർണം എവിടെ? നിന്റെ ആഭരണ പെട്ടി എവിടെ? തന്നില്ലെങ്കിൽ ഞാൻ കൊന്നുകളയും. അയാൾ തന്റെ തിളങ്ങുന്ന കത്തി അവളുടെ കഴുത്തിന് നേരെ ചൂണ്ടി. ഇവിടെ ആഭരണങ്ങളൊന്നുമില്ല, പണവുമില്ല. നീ കളവ് പറയുകയാണ്. സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ കൊന്നുകളയും. അയാൾ അവളുടെ മാറിടത്തായി കൊട്ടിക്കിടന്നുകൊണ്ട് കത്തി അവളുടെ കഴുത്തിൽ ചേർത്ത് പിടിച്ചു. അവൾ പേടിയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. നീണ്ടു വളഞ്ഞ മൂക്ക് ചുവന്നിരിക്കുന്നു. അയാളുടെ കണ്ണുകളിൽ ക്രൂരത നിഴൽ വീശിയിരുന്നു. പറയൂ, അയാൾ അലറി. അപ്പോൾ അയാളുടെ ചുടുനിശ്വാസം അവളുടെ മുഖത്ത് വീണു. ആ ശ്വാസത്തിൽ ഏതോ നാടൻ ലഹരിയുടെ മണം പരന്നു. അവളുടെ ശരീരത്തിൽ നിന്ന് അയാളുടെ ഭാരം മാറ്റിയിടാനായി അവൾ പരിശ്രമിച്ചു. പ്ലീസ്, ഞാൻ പറഞ്ഞ സത്യമാണ്. ഇവിടെ ഒന്നുമില്ല, അവൾ കെഞ്ചി. അവൾ പറഞ്ഞത് വിശ്വസിക്കാതെ അയാൾ അവിടമെല്ലാം തിരഞ്ഞു. അലമാരയിൽ അടക്കി വെച്ചിരുന്ന തുണികളും ഷെൽഫിലെ പുസ്തകങ്ങളും മേശവലിപ്പിലെ കടലാസുകളും മാസികകളും എല്ലാം അയാൾ വാരി വലിച്ചിട്ടു. ഒന്നും കിട്ടാതെ ആയപ്പോൾ അയാളുടെ മുഖം കൂടുതൽ വികൃതമായി. അയാൾ അവളെ വീണ്ടും കീഴ്പ്പെടുത്തി. അയാൾ തന്റെ ഇരു കൈകളും അവളുടെ കഴുത്തിൽ ചേർത്ത് പിടിച്ച് ഉച്ചത്തിൽ അലറി: എനിക്ക് കൊണ്ടുപോകാൻ ഇവിടെ ഒന്നുമില്ലേ? ഇത് പറയുമ്പോൾ അയാളുടെ കണ്ണുകളിൽ ഏതോ ഒരു രക്തദാഹിയായ വാമ്പയറിന്റെ മാസ്മരിക ശക്തി അവൾ കണ്ടു. ആ കണ്ണുകളുടെ പ്രകാശത്തിൽ സൂര്യന് കീഴിലെ മഞ്ഞുതുള്ളി പോലെ അലിഞ്ഞില്ലാതാകുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ തന്റെ ഇരു കൈകൾ കൊണ്ട് അയാളെ ചുറ്റി വരിഞ്ഞ് അയാളുടെ കാതിൽ ഇങ്ങനെ മന്ത്രിച്ചു: സ്വർണമോ പണമോ ഇവിടെയില്ല. ഇവിടെ ഞാൻ മാത്രമേയുള്ളൂ, ഞാൻ മാത്രം. അവളുടെ നിശ്വാസത്തിന്റെ ചൂട് മുഖത്തേക്ക് പതിച്ചപ്പോൾ അയാളുടെ കണ്ണുകളിലെ ക്രോധത്തിന്റെ കനലുകൾ അണഞ്ഞു. അയാളുടെ പരുപരുത്ത കൈവിരലുകൾ അവളുടെ കഴുത്തിലൂടെ പിറകിലേക്ക് നീണ്ടു. അവളുടെ കഴുത്തിലെ ചോര ഞരമ്പുകൾ തേടി അയാളുടെ ചുണ്ടുകൾ അരഞ്ഞു നടന്നു. അയാളുടെ ശരീരഭാരത്തിനടിയിൽ ഞെരിഞ്ഞമർന്നുകൊണ്ട് അർത്ഥസുഷുപ്തിയിൽ അവളിങ്ങനെ പുലമ്പി: എന്റെ ഡ്രാക്കുള,